Hey guys, welcome back to the new video of Trade with Ashwin. നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പുട്ട് ഓപ്ഷനിലാണ് ഇന്നത്തെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ EMA സ്ട്രാറ്റജി ഇവിടെ എക്സിക്യൂട്ട് ആയതുകൊണ്ടും മാത്രമല്ല നമ്മുടെ ഡേറ്റ നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ ആയതുകൊണ്ടും ആണ് നമ്മളിവിടെ പെട്ടെന്നൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഇവിടെ ഞാനിപ്പോൾ എൻ്റർ ചെയ്തത് ഏകദേശം ഒരു 9:17 9:18 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാനിവിടെ വന്നത്. ഓക്കെ, ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ വന്നത്. പിന്നെ മാർക്കറ്റ് ഓപ്പണൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഏകദേശം ഒരു 9:20 9:29 ആ റേഞ്ച് ആയിരുന്നു. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ സ്ട്രാറ്റജി ട്രിഗർ ആയതായിട്ട് എനിക്ക് കണ്ടു. അപ്പോൾ തന്നെ ഞാനൊരു ട്രേഡും എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ ട്രേഡ് പ്രോഫിറ്റിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് എൻ്റെ ട്രേഡ് ഏകദേശം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് എടുത്തേക്കുന്നത്. 31 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് റേഷ്യോ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. 1:3 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, സോ 221 നമ്മൾ വാങ്ങിച്ചത്. 221.40 നമ്മൾ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 252 പക്ഷെ നമ്മളിപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് ആദ്യം ഒരു ബൂസ്റ്റ് കൊടുത്തെങ്കിലും പിന്നെ ഇപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ട്രേഡിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് ധന്നിലാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ധൻ ഇച്ചിരി കൂടെ നല്ലതാണ്, കാരണം സ്കാൽപ്പിംഗ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട് ധന്നിനകത്ത്. ഓക്കെ, സോ ഞാനിവിടെ എൻ്റെ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു. എനിക്ക് ഡൗൺ ഡയറക്ഷനാണ് എൻ്റെ ഡേറ്റ എല്ലാം കാണിച്ചത്. മാത്രമല്ല എൻ്റെ സ്ട്രാറ്റജിയും ട്രിഗറായി, ബിഗ് ബാറും ഫോം ചെയ്തു. ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാനിവിടെ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. രാവിലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മാർക്കറ്റ് ഒരു വലിയൊരു ഡൗൺ ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിലും റെഡ് ക്യാൻഡിലായിട്ട് തന്നെയാണ് അത് ക്ലോസ് ചെയ്തത്. അതിനുശേഷം രണ്ടാമതൊരു വോളറ്റൈൽ ക്യാൻഡിൽ ഫോം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ കൺഫർമേഷനിലാണ് ഞാനിവിടെ എൻ്റർ ചെയ്തത്. ഓക്കെ, നമുക്കിനി നോക്കാം. സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷയമല്ലത്. 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കംപ്ലൈൻറ്റും നമുക്കിവിടെ ഉണ്ടാകത്തില്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കതൊരു വിഷയമല്ല, കാരണം 3 ദിവസം നമുക്ക് അടുപ്പിച്ചിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് പറഞ്ഞാലും 4ാമത്തെ ദിവസത്തിൽ നമ്മൾ ഒറ്റ പ്രോഫിറ്റ് മതി ഈ സ്റ്റോപ്പ് ലോസസ് എല്ലാം കവറപ്പ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവിടെ. സോ നമ്മളിവിടെ ഏകദേശം നമ്മുടെ ട്രേഡ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ എന്താ നടക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. കാരണം ട്രേഡിങ് ഈസ് എ ഗെയിം ഓഫ് പ്രോബബിലിറ്റീസ്. ഇതൊരു സീറോസം ഗെയിമാണ്, ഇതൊരു പ്രോബബിലിറ്റിയുടെ ഗെയിമാണ്. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, സോ നമുക്ക് ഇതേ സ്ട്രാറ്റജി ഒരുപാട് വട്ടം നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 59% ആണെന്നാണ് എൻ്റെ ഒരു കണക്കിലെടുത്ത്. 59%. അത് മതി എനിക്ക്. 59% പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉണ്ട്, എനിക്കത് ധാരാളമാണ്. കാരണം എൻ്റെ ലോസസ് എന്ന് പറയുന്നത് 10 പോയിൻറ്റും പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30 പോയിൻറ്റിൻ്റെയാണ്. 1:3 കിട്ടുന്നത് കൊണ്ട് തന്നെ 59% എന്ന് പറയുന്നത് വളരെ നല്ലൊരു മൂവ്മെൻറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും മാർക്കറ്റ് ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് ഈ ട്രെൻഡ് ലൈൻ കണ്ടോ ഞാനിവിടെ ഡ്രോ ചെയ്തേക്കുന്നത്, ഒരു നീല കളറിൽ ഞാനിവിടെ ഡ്രോ ചെയ്തേക്കുന്ന ട്രെൻഡ് ലൈൻ. ഇതൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ നോക്കിയിട്ട് വരച്ചൊരു ട്രെൻഡ് ലൈനാണ്. കാണാൻ വേണ്ടി പറ്റും ഇന്നലെ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൽ ഒന്ന് ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവിടുന്ന് മാർക്കറ്റ് മണ്ടക്കോട്ട് മൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും അതേ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണ്. സോ ഓക്കെ ഗൈസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായി. സോ ഇന്നത്തെ ദിവസം നമുക്കൊരു ലോസാണ് ഉണ്ടായിരിക്കുന്നത്. കുഴപ്പമില്ല, പക്ഷേ ഇന്നത്തെ എൻ്റെ എൻട്രി അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ കൊണ്ടാണ് ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, സോ ഇന്നും നമുക്ക് ലോസ് ആണ് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് പ്രോഫിറ്റ് ആയിരുന്നത്. ഈ 2 ദിവസത്തിൽ നമുക്ക് ലോസ് ആയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.